നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഞാൻ ബോണിയാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ അഭിമുഖം ആരംഭിക്കുകയാണ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു നാടകപ്രവർത്തകനും നാടക നടനും ഒക്കെയാണ്, പ്രദീപ് പുളിയക്കോവിൽ. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സാർ. സ്വാഗതം സാർ. നമസ്കാരം. നമുക്ക് പതുക്കെ ഒന്ന് ചോദിച്ചു ഇങ്ങനെ പോവാം. ഇപ്പോൾ ഈ നാടകം എനിക്ക് തോന്നുന്നു അല്ലേ, നമ്മുടെ മാധ്യമ മനുഷ്യനെ എടുത്താൽ തന്നെ അന്ന് തുടങ്ങിയതാണ് അല്ലെ മനുഷ്യന്റെ ഒരു അഭിനയ മോഹം എന്നൊക്കെ പറയുന്നത്. എനിക്കൊന്ന് പ്രകൃതിയെ നോക്കി അല്ലെ അവനൊക്കെ അനുകരിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു വലിയൊരു നാടകത്തിനൊരു എവല്യൂഷൻ ഉണ്ട്, ഒരു പരിണാമമുണ്ട്. അപ്പൊ നമ്മളിന്ന് ഇവിടെ എത്തി നിൽക്കുന്നു. അപ്പൊ സാറ് എന്നാണ് ഇങ്ങനെ ഈ ഒരു അഭിനയത്തിലോട്ടൊക്കെ പതുക്കെ ആ വാസനയൊക്കെ കാണിച്ചു തുടങ്ങിയത്? എനിക്കൊന്ന് സ്കൂൾ ജീവിതത്തിലൊക്കെ ആയിരിക്കണം. ആ സ്കൂൾ കാലഘട്ടം ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. അതായത് ഞാന് 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന സമയത്ത് എന്റെ സ്കൂൾ എവിടെയായിരുന്നു? ഞാന് പിന്നെ TKDM ഗവൺമെന്റ്, ഇപ്പൊ ഹയർ സെക്കൻഡറി സ്കൂളാണ്, അന്ന് ഹൈസ്കൂളായിരുന്നു. അപ്പൊ അവിടെ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ വീട്ടിന്റെ അടുത്ത്, അതായത് ഞാൻ പഠിക്കുന്ന ട്യൂഷൻ സെന്ററിലെ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന പത്മാലയം ബാബു എന്ന് പറയുന്ന സാറ്, അവരൊരു അമച്ചർ ഒരു നാടകം, ഉറങ്ങുന്ന ശവം എന്ന് പറഞ്ഞൊരു നാടകം, അപ്പൊ അവിടെ തന്നെ സീനിയർ വിദ്യാർത്ഥികളെയാണ് അതിൽ പങ്കെടുപ്പിച്ചത്. അപ്പൊ ഇത് കൗതുകത്തോടെ, ഞാൻ കൊച്ചാണല്ലോ, കൗതുകത്തോടെ അത് നോക്കി കാണുകയും എന്തോ അതിലെ ആകർഷ്ടനായിയൊക്കെ ചെയ്തായിരിക്കാം. അപ്പൊ അത് 2-3 ഇടത്തൊക്കെ ഈ നാടകം അവതരിപ്പിച്ച് ആ നാടകത്തിന് പ്രൈസും അതിലെ ജനങ്ങൾക്കിടയിൽ ഒരു നല്ല പ്രചാരവും അതിനായി ആ നാടകത്തിന്. ശരിക്കും 7-ലോ 6-ലോ ആണെന്ന് എനിക്ക് ശരിക്കും തോന്നുന്നത്. അല്ല, അന്നാണോ യഥാർത്ഥത്തിൽ നാടകത്തോട് ആകർഷണം? അതോ കുട്ടിക്കാലത്ത് എവിടെയായിരുന്നു ആദ്യം തൊഴിൽ? അവിടെ തന്നെയായിരുന്നു പഠിച്ചത്? ട്യൂഷൻ സെന്റർ. ട്യൂഷൻ സെന്ററിൽ ഹിസ്റ്ററി അധ്യാപകനാണ്. അല്ല, ഞാൻ ചോദിച്ച സ്കൂളില്. സ്കൂളിൽ അതിന് ശേഷമാണ്. ഞാനൊക്കെ ഈ സ്കൂളിൽ പഠിക്കുമ്പോ ഈ ഓരോരുത്തർ സ്റ്റേജിലൊക്കെ കയറി പെർഫോം ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അസൂയോടെ നോക്കി എന്നാ ഭയങ്കര സഭാകമ്പുവാ. അപ്പൊ അങ്ങനെ ഒരു കുട്ടിക്കാലത്തെ അങ്ങനെ ഒരു അട്രാക്ഷൻ അതിനൊരു തോന്നിയിട്ടുണ്ടോ? അതായത് കുട്ടിക്കാലത്ത് അങ്ങനെ തോന്നാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ അമ്മുമ്മ നല്ലൊരു തിരുവാതിര കളിയാണ്. അമ്മമ്മയ്ക്ക് കഥകളിയോട് ഭയങ്കര ഭ്രമമാണ്. എവിടെ കഥകളി ഉണ്ടെങ്കിലും പോകും. അപ്പൊ അമ്മമ്മയുടെ കൈ പിടിച്ച് ഞാനും പോകും. അങ്ങനെ ഇപ്പോൾ ഈ വാസനയൊക്കെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ നാടകം കൂടെ കാണുന്നത്. ഈ നാടകം കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ ഒരു 10ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ വന്നപ്പോഴത്തേക്ക് പിന്നെ ഈ നാടകം ഞാന് എന്റെ മനസ്സിലുള്ള ഓർമ്മയിൽ ഞാൻ തന്നെ അങ്ങ് എഴുതി എന്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംവിധാനം ചെയ്ത് സംവിധാനം ചെയ്ത് സ്കൂളിൽ അവതരിപ്പിച്ചപ്പോൾ ആ നാടകത്തിന് ഫസ്റ്റും ഞാൻ ബെസ്റ്റ് ആക്ടറുമായി. അപ്പൊ അത് ഉപജില്ലയെ കൊണ്ടുപോകാനായിട്ട് ഒരു തീരുമാനം. അടുത്ത സ്കൂളിൽ നിന്ന് ഫസ്റ്റ് വരുന്ന നാടകം സ്വാഭാവികമായിട്ട് ഉപജില്ലയിൽ പോകുമല്ലോ. അപ്പോഴത്തേക്ക് ഈ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് തന്നെ, ഈ കഴിഞ്ഞ നമ്മളെ കാട്ടി മുതിർന്നയാ, അത് എന്നെ പേടിപ്പിച്ചു കളഞ്ഞു. അത് നീ കാണിച്ചത് ഭയങ്കര അബദ്ധമാണ്. ഇത് ആ രചയിതാവിന്റെ സംവിധായകന്റെ അനുവാദമില്ലാതെ ഉറങ്ങുന്ന ശവ നാടകം എടുത്ത് അവതരിപ്പിച്ചത് പോലീസുകൾ കേസ് കൊടുക്കും. ഞാനാകപ്പാടെ വരണ്ട്. അങ്ങനെ ഇദ്ദേഹം ശരിക്കും അങ്ങനെ ചെയ്തുകൂടാ, ഒരു കലാകാരന് ചെയ്യാൻ പാടില്ല. നമുക്ക് അറിവില്ലാത്ത പ്രായം. സ്കൂളിലെ ഹെഡ് മിസ്ട്രസിന്റെ ഒക്കെ വന്ന് ഈ നാടകം ഉപജില്ലയെ കൊണ്ടുപോകരുതെന്ന് വിലക്കി. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യത്തിൽ രചയിതാവും സംവിധായകനുമായ പത്മാലയം, എന്റെ അധ്യാപകൻ കൂടിയായ പത്മാലയം ബൗസർ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മളിലെ കൊച്ചു പേടിച്ചു വരും. അപ്പൊ അവിടെ അത് കഴിഞ്ഞു. അവിടെ നിന്നാണ് എന്റെ നാടക ജീവിതം ആരംഭിക്കുന്നത്. അതാണ് തുടക്കം. അതെ, തുടക്കം. പിന്നെ അത് എപ്പോഴാണ് പിന്നെ കണ്ടിന്യൂ ചെയ്തത്? മുടക്കം വന്നോ? കുറച്ച് നാൾ ഒരു ഗ്യാപ്പ് ഒന്നുമില്ല. പറഞ്ഞ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രീ ഡിഗ്രി പഠനം ഞാൻ IT പഠിച്ചതിന് ശേഷം കോളേജിൽ അഡ്മിഷൻ ലേറ്റ് ആയി പോയി. പിന്നെ കോളേജ് ഓഫ് കൊമേഴ്സിലാണ് പ്രീ ഡിഗ്രി പഠനം നടത്തി. കോളേജിൽ കളിക്കാൻ ചാൻസ് കിട്ടിയില്ല. പിന്നെ ചന്ദ്രത്തോപ്പ് IT ഇതേപോലെ നാടകമൊക്കെ തട്ടിക്കൂട്ട് കാര്യങ്ങള്, പിന്നെ നാടകത്തോടുള്ള പ്രമുഖമായിരുന്നു. എപ്പോഴും ആവേശം ഭയങ്കരമായിരുന്നു. അങ്ങനെ വന്നപ്പോ ഈ കൊല്ലം കളരി എന്നും പറഞ്ഞൊരു നാടക സംഘമുണ്ട്. അവരുടെ അത് നമ്മുടെ ഉളിയക്കോവിൽ കേന്ദ്രീകരിച്ചായിരുന്നു അതിന്റെ നിർമ്മാതാക്കളുടെ വീട്. അപ്പൊ ഈ നാടകം കൃത്യമായിട്ട് ഓർക്കുന്നില്ല, എവിടെയും കണ്ടിട്ട് ഈ അഭിപ്രായം ഈ മുതലാളിമാരുടെ അഡ്രസ്സിൽ എഴുതി അറിയിച്ചു. നാടകത്തെ കുറിച്ചുള്ള നേരത്തെ പറയുമല്ലേ, ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അപ്പൊ ഈ വിലാസത്തിലൊക്കെ ഞാനും അങ്ങ് അറിയിച്ചു.
അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ആരാണ് പ്രദീപ് എന്നും പറഞ്ഞതിന്റെ ഒരു മുതലാളി, എന്റെ ഓണർ, രണ്ടുപേരിൽ ഒരാള് എന്നെ തിരക്കി കണ്ടുപിടിച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭ്രമം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ അടുത്ത കൊച്ചിൻ ദൃശ്യകലാഞ്ജലി എന്ന് പറഞ്ഞൊരു സമിതി അവര് എടുത്തു. ആ സമിതിയുടെ നാടകത്തില് ബക്ക ഷക്കീർ എന്ന് പറയുന്ന കേരളത്തിലെ പ്രശസ്തനായ എന്റെ ഗുരുസ്ഥാനീയൻ ഗുരുനാഥനായ ബക്ക ഷക്കീർ സാർ സംവിധാനം ചെയ്യുന്ന നാടകത്തില് എന്നെ ഒന്ന് ആ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചു കൊടുക്കാൻ വേണ്ടി വിളിച്ചു. പ്രോമിറ്റ് ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ വായിച്ചു കൊടുക്കാൻ വിളിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇതിനോടുള്ള ഹരം കൊണ്ട് സംവിധായകൻ സംവിധാനം ചെയ്യുന്ന കേരളത്തിലെ പ്രശസ്തരായ കൈനഗിരി തങ്കരാജ്, പരവൂർ രാമചന്ദ്രൻ തുടങ്ങിയ മഹാരഥന്മാർ അഭിനയിക്കുന്ന നാടകം. ആ നാടകത്തിന് പ്രോമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രോമിറ്റ് ചെയ്യുന്ന ആള് യഥാർത്ഥത്തിൽ ആ നാടകത്തിന്റെ സഹ സംവിധായകനാണ്. പറഞ്ഞ നമ്മള് വേറെ നമുക്ക് അറിഞ്ഞുകൂടാ. ഇത് സ്ക്രിപ്റ്റ് നോക്കിയിരിക്കണം, അവർക്ക് തെറ്റുന്ന ഡയലോഗുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. എനിക്കിതിന് സത്യത്തിൽ എനിക്ക് അതിനെ കുറിച്ച് മറ്റു ധാരണകളൊന്നുമില്ല. അങ്ങനെ പിന്നെ എഴുതുന്ന അഡ്വക്കേറ്റ് മണിലാൽ സാറാണ് അന്ന് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അന്ന് ഈ അഡ്വഞ്ചർ പാർക്കിൽ ആണ് റൂം എടുത്ത് കൊടുത്ത് അവിടെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കും. നമ്മൾ പേപ്പർ മേടിച്ചോണ്ട് വരും, നമ്മൾ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് പ്രൊഫഷണൽ നാടകത്തിൽ എന്റെ തുടക്കം. അഡ്വക്കേറ്റ് മണിലാൽ സാറിന്റെ 2 ഡയലോഗ് പറഞ്ഞുകൊണ്ട് നാടകത്തിൽ തുടങ്ങി. ബക്ക ഷക്കീർ സാറ് അക്ഷരം എന്താണെന്ന്, അക്ഷരം എങ്ങനെ പറയണമെന്നും പഠിപ്പിച്ച്. അങ്ങനെയാണ് പ്രൊഫഷണൽ നാടകത്തിന്റെ തുടക്കം. പിന്നെ ഓരോ സമിതികളിലും പോയി. പിന്നെ സാറിന്റെ തന്നെ മേധ എന്ന് പറയുന്ന ഒരു സമിതിയിൽ വേഷം ചെയ്തു. അതിനുശേഷം ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിനിടയിൽ മികച്ച വേഷങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. അവാർഡിനൊക്കെ മത്സരിച്ചിട്ടുണ്ടെങ്കിലും അവാർഡുകൾ കിട്ടിയിട്ടില്ലെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ കിട്ടിയില്ല, അത് സ്വാഭാവികം. പിന്നെ ചില ജനകീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കൊല്ലം അരീനയിലെ നാടകത്തില് പയ്യന്നൂർ മുരളിമാഷ് ചെയ്ത നാടകമാണ് ഹേമന്ത് കുമാർ എഴുതിയ ആദിയുഷസ് എന്ന് പറയുന്ന നാടകത്തിൽ കഥകളി ആശാൻ കൃഷ്ണപിള്ള, കഥകളി ആശാന്റെ വേഷമാണ് എന്നെ തുടക്കത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വേഷമാണ്. ശ്രദ്ധിക്കപ്പെട്ട വേഷമാണ്. സംവിധായകൻ അന്ന് പറഞ്ഞായിരുന്നു സ്റ്റേറ്റ് അവാർഡിന് പോയാൽ പ്രദീപിന് ഒരുപക്ഷെ മികച്ച നടൻ കിട്ടാൻ സാധ്യതയുള്ള വേഷമായിരുന്നു. സ്ക്രിപ്റ്റ് കൊടുത്തു, പക്ഷെ അവര് 10 സ്ക്രിപ്റ്റല്ലേ പരിഗണിക്കത്തുള്ളൂ. അത് പരിഗണന പല രീതിയിലാണല്ലോ, എങ്കിലും നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് അവിടെ കഴിഞ്ഞു. പിന്നെ ചെയ്യാൻ കഴിഞ്ഞത് നല്ല വേഷം ഇരയിമ്മൻ തമ്പിയുടെ വേഷം. ഇരയിമ്മൻ തമ്പി നാടകത്തിലെ ഇരയിമ്മൻ തമ്പി ആലപ്പി ഋഷികേഷ് പ്രധാന വേഷം. ആലപ്പി ഋഷികേഷ് മാഷാണ് അതിന്റെ സംഗീത സംവിധായകനും അതിന്റെ നിർമ്മാതാവും. ഋഷിമാഷും ഒരു ബേബി സാറുമാണ്, ബേബി തോമസ് എന്ന് പറയുന്ന സാറുമാണ്. ജയൻ തിരുവന എന്ന് പറയുന്ന മലയാള നാടകവേദിയിലെ അനുഗ്രഹീതനായ കലാകാരൻ. അതായത് രചനയ്ക്ക് സംവിധാനത്തിനും സ്റ്റേറ്റ് അവാർഡ് മേടിച്ചിട്ടുള്ള ഒറ്റ വ്യക്തിയുള്ളൂ, ജയൻ തിരുവനൻ, ഒരേപോലെ. അപ്പൊ അദ്ദേഹത്തിന്റെ സംവിധാനത്തിന് കീഴിൽ ഇരയിമ്മൻ തമ്പി എന്ന് പറയുന്ന വേഷം വളരെ ശ്രദ്ധിക്കപ്പെട്ട, വളരെ എനിക്കധികം ഒരു അഭിപ്രായങ്ങൾ നേടിത്തന്ന വളരെ മേന്മയുള്ള ഒരു വേഷമായിരുന്നു. ഇപ്പോഴും ആ വേഷം അഭിനയിച്ച് കൊതി തീർന്നിട്ടില്ല സത്യത്തിന്. ഇനിയും ആ നാടകം അവതരിപ്പിക്കും എന്നൊക്കെ പറയുന്നു. പിന്നെ ഒരു നക്ഷത്രയുടെ അനന്തരം അയാൾ എന്ന് പറയുന്ന ഒരു നാടകത്തിലെ ഒരു വേഷം അവതരിപ്പിച്ചപ്പോ ജനകീയ അവാർഡ്, ജനത്തിന്റെ ഇടയിൽ നിന്ന് മികച്ച നടനായിട്ട് എനിക്ക് അവാർഡ് തരികയൊക്കെ ചെയ്യുകയുണ്ടായി. പിന്നീട് എല്ലാം ഒന്നും ഓർമ്മയില്ലെങ്കിൽ തന്നെയും ഈ കഴിഞ്ഞ ഗാന്ധി ഭവന്റെ പത്തനാപുരം ഗാന്ധി ഭവൻ തിയേറ്റർ ഗ്രൂപ്പ് പ്രമോദ് പയ്യന്നൂർ സാർ സംവിധാനം ചെയ്ത നവോത്ഥാനം എന്നാണ് നാടകത്തിന്റെ പേര്. നല്ല നാടകമാണ്, പക്ഷെ നാടകം ജനകീയമായില്ല. സാധാരണ ജനങ്ങളുടെ ഇടയിൽ അത് പ്രചാരത്തിലെത്തിയില്ല, അതാണ് സത്യം. പക്ഷെ അത് നല്ല നാടകമാണ്. അതിൽ ഈ നവോത്ഥാനം നാടകത്തില് ശ്രീനാരായണ ഗുരുദേവന്റെയും പ്രത്യേകിച്ച് കുമാരനാശാന്റെയും വേഷം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. മഹാകവി കുമാരനാശാന്റെ വേഷം നല്ല അഭിപ്രായമുള്ള ഒരു വേഷമായിരുന്നു. ഈ കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡിലെ 10 നാടകങ്ങളിലൊന്നും ഈ നവോത്ഥാനമായിരുന്നു. പക്ഷേ ചില വിഷയങ്ങളാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെ രജിസ്റ്റർ ചെയ്തത് ഇതിന് ശേഷമാണോ പിന്നെയാണോ എന്നൊക്കെ പറഞ്ഞുള്ള സംശയങ്ങൾ. ആ നാടകം പരിഗണനയ്ക്ക് നാടകം അവതരിപ്പിച്ചു ചില വിമർശനങ്ങളൊക്കെ വന്നു. ഗാന്ധി ഭവനും സംവിധായകനും ഒന്നും കൂടുതൽ പ്രതികരിക്കാൻ പോയില്ല, അത് അതിന്റെ വഴിക്ക് വിട്ടു. അങ്ങനെ കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ആലപ്പുഴ സൂര്യകാന്തിയിലാണ്
അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. മുന്നിലെ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിന്റെ 6-ാം തിരുമുറ PM ആന്റണിയുടെ ആ സമിതി അന്ന് നിർത്തിവെച്ചതാണ്. ഇപ്പൊ അത് വീണ്ടും തുടങ്ങി. ആ സമിതിയിൽ കല്യാണം നാടകം, നല്ല ആക്ഷേപഹാസ്യമായ ഒരു നാടകം, നല്ല നാടകം. ഈ നല്ല നാടകത്തില് ഇന്നത്തെ ആർഭാട കല്യാണം, ഈ ആക്ഷേപഹാസ്യം വരുമ്പോൾ ആർഭാട കല്യാണം, മഞ്ഞ കല്യാണം, പച്ച കല്യാണം, ഇങ്ങനെയൊക്കെ ചടങ്ങുകൾ. അതായത് ഒരു കാശും ഇല്ലാത്തവനും മറ്റുള്ളവൻ കല്യാണം നടത്തുന്നത് കണ്ട് സ്വന്തം വീട്ടിലൊരു കല്യാണം വരുമ്പോൾ ആഘോഷിക്കാൻ വേണ്ടി പലിശക്കെടുത്ത് മുടിഞ്ഞു പോകുന്ന ഒരു കുടുംബത്തിന്റെ കഥ പറയുന്ന കല്യാണ നാടകം. വളരെ ജനകീയമായ നാടകമാണ് അത്. സാറ് പോലും എവിടെങ്കിലും ഒരവസരം കിട്ടിയാൽ ഈ കല്യാണം നാടകം അവതരിപ്പിക്കാനുള്ള അവസരം ഒരുക്കി തരണം. കാര്യം അത്ര ഹൃദ്യമായ ഒരു നാടകമാണ്, ആക്ഷേപഹാസ്യമാണ് നാടകം. എങ്കിൽ അതിൽ ഭയങ്കരമായ സന്ദേശവും നൽകുന്നുണ്ട്. കാര്യം സന്ദേശം എന്ന് പറയുന്ന നാടകം പോലൊരു കലയാണ് ഏറ്റവും നല്ല സന്ദേശം ഈ ലോകത്തിന് നൽകിയതും നൽകിക്കൊണ്ടിരിക്കുന്നതും ഇനി നൽകാൻ പോകുന്നതും. അതിലപ്പുറം ഉത്തമമായ സന്ദേശം നൽകുന്ന ഒരുപാട് കലകളുണ്ട്. എങ്കിൽ നാടകത്തെ വെല്ലുന്ന ഒരു കലയില്ലെന്നുള്ളതാണ് എന്റെ. അതായത് ഇമോഷനിലൂടെ, ഹാസ്യത്തിലൂടെ ആയാലും ദുഃഖത്തിലൂടെ ആയാലും എല്ലാം നമ്മളെ കരയിപ്പിച്ച് നമ്മളിലുള്ള ഒരു പരിവർത്തനമാണല്ലോ. ഓരോരോ മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പൊ NN പിള്ള സാറുടെ ക്രോസ് ബെൽറ്റ് നാടകം, NN പിള്ള സാറിനെ ഞാൻ ഒരുപാട് ആചാര്യന്മാരും കാര്യങ്ങളും പറയുമ്പോ ആരൊക്കെയാണ് ഇഷ്ടപ്പെട്ട നാടക ഈ പറഞ്ഞ കൃത്തുകൾ, എനിക്ക് ഡയറക്ടേഴ്സ് എന്തെങ്കിലുമൊക്കെ ഒരു ഗുരുക്കന്മാരായിട്ട് കാണുന്നുണ്ടോ ആരെങ്കിലും? ഗുരുക്കന്മാരായിട്ട് എന്റെ ഗുരുവായിട്ട് കണ്ടിട്ടുള്ളത്, എനിക്ക് ആദ്യമായിട്ട് 2 ഡയലോഗ് എഴുതി തന്ന അഡ്വക്കേറ്റ് മണിലാൽ സാറും പിന്നെ വക്ക ഷക്കീർ സാറും, പിന്നെ എന്നെ ഒരു നല്ല നാടക തലത്തിലേക്ക് കൊണ്ടുവന്ന ജയൻ തിരുമന മാഷും, പയ്യന്നൂർ മുരളി മാഷും, പ്രമോദ് പയ്യന്നൂർ സാറും, പിന്നെ ഇപ്പം സംവിധാനം ചെയ്തിരിക്കുന്ന രാജീവൻ മമ്മളി സാറും, ഇവരെല്ലാം നല്ല ഊർജം തന്ന്, നല്ല വേഷങ്ങൾ തന്ന്, എല്ലാവരുടെയും വിഭിന്നമായ ചിന്താഗതിയും വിഭിന്നമായ ആയിരിക്കുമല്ലോ. അപ്പൊ അതനുസരിച്ച് എല്ലാവരുടെയും തലങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് നമ്മളുടെ ഒരു നടൻ വരുന്നത്. ഒരു തലത്തിൽ മാത്രം, ഒരു സംവിധായകന്റെ കീഴിൽ മാത്രം വർഷങ്ങളായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തലം മാത്രമേ നമ്മൾ നിൽക്കൂ. ഇത് മാറി 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 വരുമ്പോൾ ഇവരിൽ എല്ലാം വ്യത്യസ്തമായി നമ്മൾ അറിയാതൊരു തലം നമ്മളിലേക്ക് കയറി വരും. അവിടെ ചിലപ്പോൾ ഒരു നടൻ ചിലപ്പോൾ ഉണ്ടാവും. എന്റെ കാര്യം മാത്രമല്ല, പലരുടെയും കാര്യം ഇങ്ങനെ പറയാം. ഈ നമ്മുടെ മുന്നിൽ കുറെ ആചാര്യന്മാർ, ഈ പറയുന്ന NN പിള്ള, തോപ്പിൽ ഫാസി, മുഹമ്മദ് ഗരിമു, അപ്പൊ ഇങ്ങനെ ഒട്ടേറെ പേർ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ മുന്നിൽ സഞ്ചരിച്ച് അല്ലെ ഒരു പ്രതിഭ തെളിയിച്ചവർ ആചാര്യന്മാർ നമ്മൾ അതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉള്ളവരിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ആരാണ്? സങ്കേതമുണ്ട്, നാടക സങ്കേതം അവർ പല രീതിയിൽ പലരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ NN പിള്ളയുടെ ഒരു വേറെ വ്യത്യസ്തമായ ശൈലിയാണല്ലോ, വളരെ പച്ചയ്ക്കൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്ന. അദ്ദേഹത്തിന്റെ ഹാസ്യമൊക്കെ വേറെ രീതിയിലായിരുന്നു. ഞാൻ വന്നിട്ട് 10-25 പ്രൊഫഷണൽ നാടക രംഗത്തേക്ക് വന്നിട്ട് ഈ കാലഘട്ടമൊക്കെ ആയിരുന്നു. അതിനിടയിൽ ഞാൻ കൂടുതൽ ആക്റ്റീവ് ആയെന്ന് പറഞ്ഞാൽ ഒരു 10-15 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് മുന്നേ ഒരുപാട് മഹാരഥന്മാരും മൺമറഞ്ഞു പോയിട്ടുണ്ട്, മികച്ച കലാകാരന്മാരും. അവരുടെ സൃഷ്ടികളൊന്നും പൂർണ്ണമായും കാണാൻ പറ്റിയിട്ടില്ല. എങ്കിൽ തന്നെയും KT മുഹമ്മദ്, തോപ്പിൽ ഫാസി സാറിന്റെ നാടകത്തിൽ അഭിനയിക്കാൻ എനിക്ക് കഴിഞ്ഞു. അതായത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എഴുതിയ അശ്വമേധം, ആ അശ്വമേധം നാടകത്തിൽ ഡോക്ടറായിട്ടും സരോജത്തിന്റെ, അതായത് സരോജം എന്ന് കുഷ്ഠരോഗം ബാധിക്കുന്ന സരോജത്തിന്റെ കാമുകനായിട്ടും അഭിനയിക്കാൻ എനിക്ക് കഴിഞ്ഞു. അതൊരു ഭാഗ്യമായി കരുതുന്നു. പിന്നെ NN പിള്ള സാറിന്റെ ആ നാടകത്തിൽ കണ്ടിട്ടേ ഉള്ളൂ. പക്ഷെ അത് സാറുമായിട്ട് അപ്പോഴത്തേക്ക് സാർ മരണപ്പെട്ടു. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച നാടകം ക്രോസ് ബെൽറ്റ് ആണ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച നാടകം ക്രോസ് ബെൽറ്റ് എന്ന് പറയുമ്പോൾ പിന്നെ ആന്റി കറപ്ഷൻ ഓഫീസർ രാജശേഖരൻ നായർ, അദ്ദേഹത്തെ കൈക്കൂലി വാങ്ങാത്ത ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ ക്രോസ് ബെൽറ്റ് അവസാനം അഴിച്ച് അപ്പുറത്തേക്കുന്ന പട്ടിയുടെ കഴുത്തെ കെട്ടാൻ പറയും. ആ കൈസറിന്റെ കഴുത്തെ കെട്ടിയാൽ ഈ ഇടുപ്പി കിടക്കുന്നതിനെക്കാട്ടി വില അവനുണ്ടാവും. കാര്യം നിർബന്ധിതമായിട്ട് കൈക്കൂലി മേടിച്ച് പിന്നെ FIR തയ്യാറാക്കാൻ നിർബന്ധിക്കുമ്പം ആ ഉദ്യോഗസ്ഥൻ പ്രതികരിക്കുന്നതാണ്. സമൂഹത്തിലെ ഏറ്റവും വലിയ സന്ദേശമാണ് ക്രോസ് ബെൽറ്റ് നാടകം. ആ NN പിള്ള സാറിന്റെ നാടകം അത് ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ടുണ്ട്. അതേപോലെ അദ്ദേഹത്തിന്റെ പ്രേതലോകം,
തോപ്പിൽ ഫാസി സാറിന്റെ അശ്വമേധം ഞാൻ അഭിനയിക്കുന്ന നാടകം. രോഗം ഒരു കുറ്റമാണോ എന്ന് രോഗി ഡോക്ടറോട് ചോദിക്കുന്നതാണ് ആ നാടകത്തിലെ ഏറ്റവും വലിയ സന്ദേശം. രോഗം ഒരു കുറ്റമാണോ ഡോക്ടർ? അതാണ് ഏറ്റവും വലിയ സന്ദേശം. അത് എല്ലാവർക്കും അറിയാമല്ലോ. നാടകം ഒരു സന്ദേശം നൽകുന്നു, അതൊക്കെ മനുഷ്യ മനസ്സുകളെ ഒരു പരിവർത്തനത്തിനും ഒക്കെ വിധേയമാകും. ചിന്തിക്കാനും ഒക്കെ അല്ലെ, ഇതിങ്ങനെ ശരിയാണോ ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഉള്ളിലോട്ട് തന്നെ നോക്കാനൊക്കെ ഏറെ സഹായിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും. കാര്യം നാടകങ്ങൾ ഒരുപാട് പല തലങ്ങളിലുള്ള നാടകങ്ങളുണ്ട്. ഇപ്പൊ എല്ലാ നാടകങ്ങളും സന്ദേശം പകരണമെന്നില്ല. ചില നാടകങ്ങള് ബിസിനസ് മൈൻഡിൽ നാടകങ്ങൾ ഇറക്കുന്നുണ്ട്. പക്ഷെ ഈ കാലഘട്ടത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് അപ്പൊ ജയൻ തിരുമന, ഹേമന്തകുമാർ സാറും അഡ്വക്കേറ്റ് മണിലാൽ സാറ് ഇവർ തുടങ്ങിയവരെല്ലാവരും, ഇപ്പം പ്രദീപ് കുമാർ കാവുന്താർ, ഇപ്പം ഏറ്റവും കൂടുതൽ നാടകം എഴുതുന്ന ഈ കഴിഞ്ഞ വർഷമല്ല അതിന് തൊട്ട് മുന്നേ മികച്ച നാടകകൃത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ് മേടിച്ച പ്രദീപ് കുമാർ കാവുന്തറ ഇന്ന് കല്യാണ നാടകം എഴുതിയ അദ്ദേഹത്തിന്റെ നാടകങ്ങളിൽ ഓരോ നാടകങ്ങളിലും ഒക്കെ സന്ദേശങ്ങളാണ്. അപ്പൊ സന്ദേശം ഇപ്പം ജനത്തിന് കൊടുക്കാത്ത എല്ലാ നാടകങ്ങളും കൊടുക്കുന്നുണ്ട്. പിന്നെ ചില നാടകങ്ങൾ ഒരു തട്ടിക്കൂട്ട് പരുവത്തിലൊക്കെ ഇറക്കി ചില നാടകങ്ങളുടെ കാര്യം പറയുമ്പോൾ ഞാൻ തന്നെ ചില നാടകങ്ങൾ കാണുമ്പോൾ ഈ സദസ്സിലിരിക്കുന്ന അല്ലെ ആൾക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടി തറ കോമഡികളും ഈ പറഞ്ഞ അല്ലെ ചില ദ്വയാർത്ഥ പ്രയോഗങ്ങളും എല്ലാം ഒക്കെ വളരെ ഉത്സവപ്പറമ്പ് കേന്ദ്രീകരിച്ചുള്ള ചില നാടക രീതികളുണ്ടല്ലോ ഇപ്പോൾ, അത് ആൾക്കാരെ കയ്യിലെടുക്കുന്നത്, ഇതൊക്കെ കൂടി വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇത് മുൻകാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള നാടകങ്ങളിൽ ഇങ്ങനെയുള്ള ഈ വെളുപ്പ് കോമഡി, തറ കോമഡി ചിരിപ്പിക്കുന്ന സാധനങ്ങൾ നാടകീയത ഇതെല്ലാം ഇപ്പം ലൈഫ് കോമഡിയെ ജനം സ്വീകരിക്കും. ഇപ്പൊ അങ്ങനെ മസിൽ പിടിച്ച് പറഞ്ഞാൽ പോലും നമ്മളിപ്പം സിനിമയിൽ കാണുന്നത്, സിനിമ കൂടുതൽ റിയലിസ്റ്റിക് ആവാനുള്ള ഒരു വലിയ ശ്രമം നടക്കുന്നുണ്ട് അല്ലെ? സിനിമയിൽ എല്ലാ സീനുകളും ജീവിതമായിട്ട് ഇങ്ങനെ അടുത്ത് വരാനായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. നാടകത്തിൽ എങ്ങനെയാണ് ഇപ്പൊ വരുന്നൊരു മാറ്റം? എന്താണ് നാടകത്തിൽ ഇപ്പൊ ശരിക്കും ലൈഫായിട്ടുള്ള നാടകം, ജീവിത നാടകം, അതേപോലുള്ള നാടകങ്ങളെ ജനം എടുക്കൂ. ഇപ്പൊ അതേപോലുള്ള നാടകങ്ങൾ എടുക്കും. അല്ലാതെ വലിയ കടുംപിടുത്തവും പറയെ കടിച്ചാ പൊട്ടാത്ത സാധനം അതും ഒരു പരിധിവരെ ചില പ്രേക്ഷകർ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും വളരെ ലൈഫായിട്ട് ഒരു ബലവും ഇല്ലാതെ പറയുന്ന നാടകങ്ങളാണ് ശരിക്കും ഇന്ന് ജനം സ്വീകരിക്കുന്നത്, മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അങ്ങനെയൊക്കെ ആകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ കോവിഡ് കാലം കലാകാരന്മാർക്ക് വലിയൊരു പ്രതിസന്ധി. അപ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്തു? ആ സമയത്ത് എങ്ങനെയായിരുന്നു നാടക പ്രവർത്തനമൊക്കെ? അല്ല, നാടക പ്രവർത്തകർ കോവിഡ് കാലഘട്ടം വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു കാലഘട്ടം. ഒരുപക്ഷെ കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ജനതയെന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ നാടകം ആർട്ടിസ്റ്റുകൾ, അതുകൊണ്ട് ജീവിക്കുന്ന ആരെങ്കിലും അണിയറയിലും പ്രവർത്തിക്കുന്ന എല്ലാവരും ഈ കോവിഡ് കാലഘട്ടത്തിൽ വളരെയേറെ വിശ്രമിക്കാനും പലരും പല കാര്യങ്ങൾ പല തൊഴിൽ ചെയ്ത് ഒരു ജീവിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പോ തന്നെ ശരിക്കും ഇപ്പൊ വയനാട് ദുരന്തം വന്നു. ഈ വയനാട് ദുരന്തം വന്നപ്പം ശരിയാണ്, ഓരോ ആഘോഷങ്ങളും കാര്യങ്ങളും. അപ്പൊ അവിടെ മറ്റ് സിനിമ ഷൂട്ടിങ്ങോ മറ്റു കാര്യങ്ങളൊന്നും അവിടെ നിർത്തിവെക്കുന്നില്ല. അവിടെ ഈ നാടകങ്ങൾ പോലുള്ള പാവപ്പെട്ടവർ ജീവിക്കുന്നവർ അത് പല അടുത്ത് ഒഴിവാക്കുന്നത് നമുക്കൊരു വിഷമമാണ്. ഇത് അത്യാവശ്യം ഒരു കേസുണ്ട്, ഇതൊരു ആർഭാട സംഭവങ്ങളൊന്നുമല്ല. അപ്പം അവിടെയും നാടകങ്ങളും ആണ് കുറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ സ്റ്റേജിൽ ഒരു ദിവസം 2 നാടകങ്ങളൊക്കെ അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ അത് ഒരു നാടകത്തിന് അപ്പുറത്തോട്ട് പോകേണ്ട. മാത്രമല്ല, ബഹുമാനപ്പെട്ട കോടതി വിധിയുണ്ട്, അത് 10 മണിക്ക് ശേഷം മൈക്ക് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ കലാകാരന്മാർ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. ഞാൻ തന്നെ കഴിഞ്ഞ വർഷം നാടകം അവതരിപ്പിച്ച്, അതായത് ഞങ്ങളുടെ നാടകത്തിൽ നവോത്ഥാന നാടകത്തിലെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറയുന്ന ഒരു നവോത്ഥാന നായകനുണ്ട്. ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ സ്വന്തം അമ്പലത്തിൽ അദ്ദേഹം പണി കഴിപ്പിച്ച അമ്പലത്തിൽ നാടകം കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടവേള പോലും ആയില്ല, നാടകം ഒന്ന് നിർത്തിവെപ്പിച്ചു. അത് കലാകാരന്മാർക്ക് ഭയങ്കര വേദനയുണ്ട്. പക്ഷെ അതിനെതിരെന്നല്ല, അതിന് വേണ്ടുന്ന ഒരു തീരുമാനം എടുക്കാൻ ഈ ഗവൺമെന്റിന് ഉണ്ട്, നടക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. നാടകം കൊണ്ട് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന ഒരു നാടകം കൊണ്ട് മാത്രം ഒരു മന്ത്രിസഭ ഉണ്ടായതാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ. ഒരു നാടകം കൊണ്ടുണ്ടായതാണ്. അപ്പം അതിന് ഈ പ്രൊഫഷണൽ നാടകത്തിനെതിരെ ഇവരൊക്കെ കണ്ണടയ്ക്കുന്നത് എന്താണെന്ന് ഇത് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ നാടക പ്രസ്ഥാനങ്ങൾ പ്രൊഫഷണൽ ആയാലും അമച്വർ ആയാലും
നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞ ജനങ്ങൾ തന്നെയാണോ, ജനങ്ങൾ ഇത് കാണുന്നില്ല എന്നുള്ളൊരു ആവലാതി ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പൊ ഇന്നുള്ള ചലഞ്ച്, ആ ഒരു പ്രതിസന്ധി? ഇന്നത്തെ നാടകങ്ങളെ ജനങ്ങൾ, നല്ല നാടകങ്ങളെ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. വേദികൾ കിട്ടുന്നില്ലെന്നാണ്. ഇപ്പൊ ഉത്സവ പറമ്പുകളിലൊക്കെ പഴയ കണക്ക് ഉണ്ടോ? ഉത്സവ പറമ്പുകളിൽ കുറച്ച് ഇടത്തൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെയും നാടകങ്ങളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു അന്നദാനത്തിലൂടെയോ മറ്റൊരു അങ്ങനെ അങ്ങ് ചുരുക്കിയാണ് ഉത്സവങ്ങളൊക്കെ. അപ്പൊ അതുമൂലമൊക്കെ ഈ നാടകം എന്നൊക്കെ പറഞ്ഞ ഉത്തമ കലയൊക്കെ അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിലൂടെ നല്ല സന്ദേശമാണ് മനുഷ്യന് കിട്ടുന്നത്. അതിലൂടെ ഒരിക്കലും ഒരു മോശം സന്ദേശം, അതായത് ഈ നവോത്ഥാന മൂല്യങ്ങള് എന്താ പറയാ, അത് വേണ്ട എന്നൊരു രീതിയിലോട്ടൊക്കെ ഈ ഉത്സവ പറമ്പുകളിലോട്ടൊക്കെ ചെല്ലുന്നുണ്ടോ? ഇങ്ങനെ ആ ഒരു ധാരണയോട് കൂടിയാണോ അങ്ങനെ പ്രവർത്തിക്കുന്നത്? എന്താണ് അതിന്റെ ഒരു കാരണം? എന്താണ് ഈ നാടകങ്ങളൊക്കെ ഒഴിവാക്കപ്പെടുകയും, ഉത്സവമായാലും പള്ളിപ്പറമ്പുകളായാലും എവിടെ പൊതുവെ പഴയ കണക്ക് നാടകം നമ്മൾ കാണുന്നില്ല, നാടക സമിതികളുടെ വണ്ടികൾ നമ്മുടെ റോഡിലൂടെ കാണുന്നില്ല. അതെന്താണ് ആ മാറ്റത്തിന് ഒരു പരിധി വരെ ഈ ചിലർക്ക് ഈ നാടകത്തോടുള്ള ഒരു അവജ്ഞയുണ്ട്. സിനിമയുടെ തള്ളിക്കയറ്റം എന്ന് പറയാനൊക്കത്തില്ല. എങ്കിൽ തന്നെയും ആർക്കും ഒന്നിനും മെനക്കെടാൻ വയ്യാത്ത ഒരവസ്ഥ. ഇപ്പം പഴയതുപോലെ അല്ലല്ലോ, ആർക്കും ഒന്നിനും വയ്യ. കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നടന്നു പോകണം, അതേ രീതി നടക്കണം, അങ്ങനെ പോകണം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് ചോദിക്കുകയാണ്, നാടക കലാകാരന്മാരുടെ അവസ്ഥ എന്താണ്? ഈ വേതനം ഉൾപ്പെടെ എന്ത് പ്രതിസന്ധികളാണ് നേരിടുന്നത്? ഈ പറഞ്ഞ വേതനം കൂടുന്നുണ്ടോ, കുറയുന്നുണ്ടോ? ഇവർക്ക് ഒരു നാടകം കൊണ്ട് അവരുടെ കുടുംബം പുലർത്താൻ സാധിക്കുന്നുണ്ടോ? ഇപ്പൊ താങ്കൾ എനിക്ക് തോന്നുന്നു എങ്ങനെയാണ്, ബിസിനസ്സും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഈ നാടകം കൊണ്ട് മാത്രം ജീവിക്കുന്നവരുണ്ട്. കാര്യം ഒരു സീസണിൽ 150, 200 നാടകങ്ങളൊക്കെ അവതരിപ്പിച്ചാൽ അതുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. എങ്കിൽ തന്നെയും അല്ലാത്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ അവരും ചെയ്യാവുന്നവർക്കും ഇരിക്കാൻ പറ്റില്ല. പിന്നെ നാടകം എന്ന് പറയുന്ന കല ഒരു സൈഡ് ബിസിനസ്സായിട്ട് അല്ലെങ്കിൽ കാണുന്നവരുമുണ്ട്. പിന്നെ നാടകത്തിലുള്ള ഭ്രമം കൊണ്ട് നാടകത്തിൽ വരികയും മറ്റു ജോലിക്ക് പോകുന്നവരുമുണ്ട്. ഇപ്പൊ എത്രയോ സർക്കാർ സർവീസുകളിൽ ജോലിയുള്ളവർ നാടക സമിതിയിൽ അഭിനയിക്കുന്നില്ല, നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. പിന്നെ ചില നാടകങ്ങൾ എന്ന് വെച്ചാൽ 50 നാടകം പോലും കളിക്കാത്ത നാടകങ്ങളുണ്ട്, 25 നാടകം പോലും കളിക്കാത്ത നാടകമുണ്ട്. അത് ഈ നാടകത്തിന്റെ നിലവാര തകർച്ചയായിരിക്കാം ഒരു പക്ഷേ. പിന്നെ നല്ല നാടകങ്ങളാണെങ്കിൽ കൂടി കളിക്കാതിരിക്കുന്ന അവസ്ഥയുണ്ട്. അത് ഈ നാടക ഇടയിലുള്ള ഒരു കോക്കസ് ആണ്. ഒരു കോക്കസ്, നല്ല നാടകങ്ങളാണെങ്കിൽ പോലും അത് കളിക്കാത്ത ഒരവസ്ഥ. പിന്നെ നല്ല നാടകങ്ങളല്ല, ഒരു ആവറേജ് നാടകങ്ങളാണെങ്കിലും ശരിക്കും കളിക്കുന്നതുകൊണ്ട് അത് ബിസിനസ് ട്രിക്കാണ്. അത് എല്ലാവരും കൊണ്ടും പറ്റില്ല, അതറിയാവുന്ന ചിലരുണ്ട്. ഈ ഏജന്റുമാരുടെ ഒരു നിലപാട് ഇന്നത്തൊക്കെ എന്താണ്? ഒരു സ്വാധീനം ഈ ഒരു നാടകം പ്രൊമോട്ട് ചെയ്യുന്നതിൽ? നാടകം പ്രൊമോട്ട് ചെയ്യുന്നതിൽ ഏജന്റന്മാർ തന്നെയാണ്. അവര് ചിലത് പ്രൊമോട്ട് ചെയ്യും, ചിലത് പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ. ഈ നാടകം ശരിക്കും ഇന്ന് അവസ്ഥയിൽ ഏജന്റന്മാരുടെ കയ്യിൽ തന്നെ. അവരാണ് ശരിക്കും നാടകം ബുക്ക് ചെയ്യേണ്ടത്. അവരതുകൊണ്ട് ജീവിക്കുന്നവരാണ്, അവർക്ക് തന്നെയാണ് ബുക്ക് ചെയ്യേണ്ടത്. പിന്നെ ചില നിർമ്മാതാക്കളുടെ ഇടപെടിയിൽ, ചില സംവിധായകരുടെ ഇടപെടിയിൽ ഇതൊക്കെ എന്റെ നാടകം കൂടുന്നതിനും കുറയുന്നതിനും. നമ്മളൊരു നാടകം ബുക്ക് ചെയ്യാൻ ഒരു ഏജന്റ് അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് വിവിധ ഓപ്ഷൻസ് ഉണ്ട്, പല നാടകങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഏതെങ്കിലുമൊക്കെ പ്രൊമോട്ട് ചെയ്യാം, ഇത് നല്ലതാണെന്ന് പറയാം, അല്ലെങ്കിൽ നല്ലതല്ലെന്ന് പറയാം, അങ്ങനെയൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഇതിനെ ഈ ഒരു പുതിയ ആധുനിക ടെക്നോളജി ഒക്കെ ഇന്ന് നിലവിലുണ്ട്. ഇപ്പം സിനിമയ്ക്കാണെങ്കിൽ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ഈ നാടക പ്രസ്ഥാനത്തിലൊക്കെ അല്ലെങ്കിൽ ഈ നാടക സമിതികൾ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റമുണ്ട്? നാടകത്തിലും ഇപ്പൊ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നേരത്തെയൊക്കെ ഇപ്പൊ നാടകത്തിൽ ഭയങ്കര ഡിമ്മർ കാര്യങ്ങൾ, ഭയങ്കര വെയിറ്റുള്ള, ഇപ്പൊ അതൊന്നുമല്ല, വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇപ്പൊ തന്നെ ഇപ്പം പുതിയൊരു അറിവ് വന്നിരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുന്ന ബൾബ് വരെ ഇപ്പം ഈ നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഭയങ്കര ചൂടല്ലേ, ഈ ഇത്രയും വിയർക്കുന്ന. ഇപ്പൊ ആ ചൂടില്ലാത്ത എങ്കിൽ അതേ പ്രകാശം കിട്ടുന്ന ബൾബ് ഇറങ്ങിയിട്ടുണ്ടെന്നാണ്. പുതിയ ടെക്നോളജി അല്ല, ഇപ്പൊ സിസ്റ്റങ്ങൾ തന്നെ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നാടകത്തിൽ തന്നെ ഇപ്പം തന്നെ ചില നാടകങ്ങളില് സുജാത മാഷിന്റെ രംഗപടത്തിലുപരി വേറെയൊക്കെ രീതിയിൽ, അതിന്റെ കൃത്യമായിട്ട് പറയാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ചില ഫ്ലെക്സ് പോലെയും അല്ലാതെയൊക്കെ രംഗപടങ്ങൾ, നാടകം മാറിക്കൊണ്ട് കാലഘട്ടത്തിനനുസരിച്ച് മാറും. സിനിമ മാറുന്ന പോലെ അന്തർദേശീയ തലത്തിലൊക്കെ പ്രതിഫലിക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ നാടകങ്ങൾ ഉൾക്കൊള്ളാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അന്തർദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന നാടകം തന്നെ. നമ്മളെ രാജ്യം വിട്ടുകഴിഞ്ഞാൽ അങ്ങ് യൂറോപ്പിലും അമേരിക്കയൊക്കെ സിനിമയ്ക്കല്ല പ്രാധാന്യം, അവിടെ ടിക്കറ്റ് എടുത്ത ആൾക്കാർ കാണും. ഫ്രാൻസിലും ഒക്കെ സ്ഥിരം നാടകവേദിയുണ്ട്.
അത് പിന്നെ ഫ്രാൻസിൽ മാത്രമല്ല, നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ മെട്രോ നഗരത്തിൽ കൽക്കട്ടയിലുണ്ട്, ബോംബെയിൽ അങ്ങനെയൊക്കെ സ്ഥിരം നാടകം. അവിടെ നാടക ആർട്ടിസ്റ്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഈ കുറെ ഈ പറഞ്ഞ ഓർഗനൈസേഷനിലൊക്കെ അല്ലെ, എനിക്ക് തോന്നുന്നു അസോസിയേഷനിലോ നാടകമായിട്ട് ബന്ധപ്പെട്ട അസോസിയേഷനിലൊക്കെ നാടകമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിലെ പ്രൊഫഷണൽ നാടകരംഗത്ത് ഇപ്പം കേരള ഡ്രാമ വെൽഫെയർ അസോസിയേഷനാണ് ആദ്യമായിട്ട് രൂപം കൊണ്ടെന്നുള്ളതാണ് എന്റെ വിശ്വാസം. അതിലൊരു ഏതാണ്ടൊരു ഒരുപാട് നാളായിട്ട് ഞാനും അതിലൊരു അംഗമാണ്. പിന്നെ അതുകൂടാതെ ഒരുപാട് സംഘടനകളുണ്ട്. അപ്പൊ അതിലൊന്നും കൂടുതൽ അംഗമൊന്നും അല്ല എങ്കിൽ തന്നെ പിന്നെ നമ്മളെ കൊല്ലം കേന്ദ്രീകരിച്ച് മറ്റേ ശ്രീ രവിവർമ്മ സാറിന്റെ കലാഗ്രാമം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അതിൽ ശരിക്കും കുറെ നാടക കലാകാരന്മാരെ വളർത്തിക്കൊണ്ടുവരാൻ വർഷം തോറും ഒരു 10-15 നാടകങ്ങൾ ഒരു അവതരിപ്പിക്കുന്നുണ്ട്. ഓരോരുത്തരും കൊണ്ട് സ്പോൺസർ ചെയ്യിച്ച് അവതരിപ്പിക്കുന്നുണ്ട്. അത് ഈ കലാകാരന്മാർക്ക് ഒരു വലിയൊരു കാര്യമാണ്. അതിലൂടെ ഒരുപാട് നാടകങ്ങൾ മറ്റുള്ളവർ കാണാൻ കഴിയും, നല്ല നാടകങ്ങൾ കാണാൻ കഴിയും. പിന്നെ കലാഗ്രാമം ഈ ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു, അത്യാവശ്യം വേണ്ടുന്ന മുതിർന്നവർക്ക് ഓണപ്പടവ് നൽകുന്നു. അങ്ങനെയൊക്കെ സേവനങ്ങൾ കലാഗ്രാമം സജീവമായിട്ട് ഉണ്ട്. അതിൽ ഞാനും അതിനകത്തൊരു അംഗമാണ്. അപ്പോൾ ഇപ്പൊ ഒരു വർഷം കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സാറിന് ബിസിനസ്സും ഉണ്ട് എങ്കിലും ഒരു നാടക പ്രവർത്തനം എത്ര നാളാണ്? ഒരു വർഷത്തിൽ എത്ര നാള് പ്രവർത്തിക്കുന്നുണ്ട് നാടകം? ഒരു ആക്റ്റീവായിട്ട് റിഹേഴ്സൽ ഒരു മാസം, ചിലപ്പോൾ 20 ദിവസം, ചിലപ്പോൾ 30 ദിവസം, ചിലപ്പം 40 ദിവസവും ഒക്കെ എടുക്കുന്നവരുണ്ട്. പലരും പല രീതിയാണ്. ചിലർ 10-15 ദിവസം കൊണ്ട്. അങ്ങനെ അത് റിഹേഴ്സൽ ഒരു 2-3 ഘട്ടമായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഡിസംബർ മാസം മുതലൊക്കെയാണ് നാടകം ആക്റ്റീവ് ആവുന്നത്. പ്രൊഫഷണൽ നാടകം ആക്റ്റീവ് ആവും. ഡിസംബർ മാസം ഉത്സവ സീറ്റ്സ് ആരംഭിക്കും. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഏതാണ്ട് മെയ് ഓടുകൂടി അടുത്ത മെയ് 30 വരെയാണ് എല്ലാവർക്കും എഗ്രിമെന്റ്. അത് കഴിയുമ്പോഴത്തേക്ക് പുതിയ നാടകത്തിന്റെ സീസൺ ആരംഭിക്കും. നാടകം സ്ഥിരം പെർഫോം ചെയ്യുന്ന നടന്മാർക്ക് ജീവിതത്തിലും ആ ശബ്ദത്തിൽ ഒരു ബാസും ഒക്കെ കാണാറുണ്ട്. എനിക്ക് സാറിൽ അധികം അത് പ്രകടമല്ല. പൊതുവെ ഞാൻ ചില നടന്മാരെയൊക്കെ കണ്ടിട്ടുള്ള വളരെ രസകരമായിട്ട് ചോദിക്കുക, അവര് സംസാരിക്കും, ഹലോ എന്താണ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു ബാസ്. അങ്ങനെ ഒരു ജീവിതത്തിൽ ഈ നാടകം കൊണ്ട് ഒരു പ്രകടമായ മാറ്റങ്ങൾ ശബ്ദത്തിലും അല്ലെങ്കിൽ എല്ലാവരോട് പെരുമാറും അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ തോന്നിയിട്ടുണ്ടോ? നാടകം ജീവിതമാക്കിയവർക്ക് ജീവിതം നാടകമാണ്. എനിക്ക് അതേ ഒറ്റ അല്ല, സ്വഭാവത്തിലൊക്കെ അങ്ങനെ ഒരു നാടകീയതയൊക്കെ കടന്നു വരാറുണ്ട്. ഞാനൊരു കൗതുകം കൊണ്ട് ചോദിച്ചതാണ്. എങ്ങനെ? അത് സ്വാഭാവികമാണ്. കാര്യം അത് മനഃപൂർവ്വമല്ല. അല്ല അതെ, സ്വാഭാവികമാണ്. അവര് പറയുന്നത് നമുക്ക് അങ്ങനെ വരും. അതെ അതെ അതെ. ഈ നമ്മളെ ഈ മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് ഈ പ്രശ്നമുണ്ടല്ലോ. പലപ്പോഴും അവർ നടന്മാരാവാൻ വേണ്ടിയിട്ട് പലരും മിമിക്രി ചെയ്യുന്നവരാണ്. പക്ഷെ അവരെല്ലാം പതുക്കെ ഈ അനുകരിക്കുന്ന നടന്മാരുടെ ഒരു സ്വാധീനം അവരുടെ ബോഡി ലാംഗ്വേജിലൊക്കെ വരാറുണ്ട്. അങ്ങനെ ഒരു സ്വാധീനം, അതാണ് ഞാൻ ചോദിച്ചത്. ഇങ്ങനെ ജീവിതത്തിൽ ഇതൊക്കെ ആ ഒരു കഥാപാത്രങ്ങളൊക്കെ പതുക്കെ കടന്നു വരാറുണ്ടോ? അങ്ങനെയൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്നെ ഈ കഥാപാത്രം സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ ആ ഹാങ് ഓവർ മാറിയിട്ടില്ല വേദിയിൽ വിട്ടിറങ്ങുമ്പോ? അങ്ങനെ ഒരു കഥാപാത്രം നമ്മുടെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് കഥാപാത്രത്തെ നമ്മള് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്നെ സംബന്ധിച്ച ചിലപ്പോൾ പലർക്കും പല രീതിയാണ്. പിന്നെ കുറച്ച് നാളത്തേക്ക് ഇത് കയറി മനസ്സിൽ കിടക്കും. പിന്നെ ഈ നമ്മളിത് അവതരിപ്പിച്ചതിന് ശേഷം മാസങ്ങൾക്ക് ശേഷം പിന്നെ ഈ കഥാപാത്രം അവതരിപ്പിക്കണം നമ്മൾ വിചാരിക്കും ഇതിനെക്കാട്ടി ഇനിയിപ്പോൾ അവതരിപ്പിച്ചതിനെക്കാട്ടി മേളിൽ എനിക്ക് ഒരുപാട് ചെയ്യാൻ കഴിയും. അങ്ങനെയൊക്കെ ഒരു ചിന്ത സ്വാഭാവികമായിട്ട് ഉണ്ടാവും. മിമിക്രി അവര് അനുകരണം അതൊരു പ്രത്യേക വേറൊരു കലയാണ്. പക്ഷെ ആ സ്വാധീനങ്ങൾ കടന്നു വരാറുണ്ടല്ലോ പലർക്കും. ഇങ്ങനെ ചിലപ്പോ അഭിനയത്തിലും ഒക്കെ അത് കടന്നു വരാം. അഭിനയത്തിലോട്ട് അവർ കടക്കുമ്പോൾ ചിലപ്പോൾ അതിന്റെയൊക്കെ അംശങ്ങളൊക്കെ വരാം. നാടകത്തെ കുറിച്ച് പറഞ്ഞാൽ എത്ര വേണമെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഈ താത്വികമായിട്ടൊക്കെ ഇതൊക്കെ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഈ പുസ്തകങ്ങൾ വായിച്ച്, ഈ പറഞ്ഞ കണക്ക് ആചാര്യന്മാരുടെയൊക്കെ പുസ്തകങ്ങൾ വായിച്ച് ഈ നാടകത്തെ അപഗ്രഥിച്ച് പഠിക്കുക, അങ്ങനെയൊക്കെ ഒരു രീതിയൊക്കെ ആ തുടക്കകാലത്ത് പിന്തുടർന്നിട്ടുണ്ടോ? അങ്ങനൊന്നുമില്ല. നമ്മള് ഏതോ ഒരു അംശം നമ്മളിൽ ഏതോ ഒരു സുപ്രഭാതത്തിൽ ഒന്ന് പറ്റി എന്നുള്ള സംഭവമേ ഉള്ളൂ. പിന്നെ നമ്മള് നാടക ഗ്രന്ഥങ്ങൾ ഇപ്പൊ NN സാറിന്റെ ഞാനെന്ന് പറയുന്ന പുസ്തകമൊക്കെ ശരിക്കും ഒരു നാടക പ്രവർത്തകൻ വായിക്കേണ്ട പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഞാൻ. അത് ശരിക്കും പച്ചയായിട്ടാണ്. അതൊരു സത്യസന്ധമായ ഒരു ആത്മകഥ ഞാനും വേറെ വായിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ വായിച്ചില്ല. ഭയങ്കര സത്യസന്ധതയാണ്. ഒരു 3-4 വട്ടം വായിച്ചിട്ടുണ്ട്. അതാ വളരെ അത്ര പച്ചയായിട്ടാണ്. വലിയൊരു പുസ്തകമാണ്. പേജ് കൊണ്ടും തന്നെ വലിയ പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റില്ല. കുറെ നമ്മൾ ഇരിക്കണം. പിന്നെ ഈ അഭിനയ ദർപ്പണം എന്നും പറഞ്ഞ് ചില പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. പിന്നെ അല്ലാതെ ചെറിയ
വായന വളരെ കുറവാണ്. അപ്പൊ ഞാൻ എന്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ സുഭാഷ് ചന്ദ്രബോസിന്റെ മുന്നിൽ നാടകം അവതരിപ്പിച്ച കഥയൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതിനൊക്കെ ഈ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ മുന്നിൽ നാടകം അവതരിപ്പിക്കുകയും അവർ വന്ന് അണിയറയിൽ വന്ന് പ്രശംസിക്കുകയും ചെയ്തു. അങ്ങനെ എന്തെങ്കിലും ഒരു സന്ദർഭമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ആരൊക്കെയാണ് അതൊക്കെ അങ്ങനെ? നമ്മളിപ്പം ഒരു ചില ഉത്സവ വേദികളിൽ ഉപരിയായിട്ട് ഈ സാംസ്കാരിക സ്ഥാപനങ്ങൾ ഇതേപോലെ അവരുടെ വാർഷികാഘോഷങ്ങൾ നടത്തുമ്പോൾ നാടകത്തിന് ഒരു ഫംഗ്ഷൻ കാണുമല്ലോ. അതിൽ ചിലപ്പോൾ MP, MLA, മന്ത്രി ഇവരൊക്കെ ഇങ്ങനെ പങ്കെടുക്കാറുണ്ട്. അവരൊക്കെ ചിലരൊക്കെ ബാക്കിൽ വന്ന് അഭിനന്ദിക്കാറുണ്ട്. ചിലർ ഇത് മൈൻഡ് ചെയ്യാതെ പോകുന്നവരുണ്ട്, പറയാതെ പോകുന്നവരുണ്ട്. അതേപോലെ ഇവര് രാഷ്ട്രീയക്കാർ മാത്രമല്ല, സാഹിത്യകാരന്മാരും അതേപോലെ ഉണ്ട്, സാംസ്കാരിക പ്രവർത്തകരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇതേ കുറച്ചു പേർക്ക് ചിലരൊക്കെ വരും, ചിലരൊന്നും വരില്ല. ചിലപ്പോൾ സമയമില്ലായ്മയായിരിക്കും. പിന്നെ ഈ ഗ്രീൻ റൂമിലെ കുട്ടൊക്കെ ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഇല്ല, പലകത്തൊക്കെ കയറി ഇറങ്ങണ്ടേ, അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനൊരു ഫൈനൽ ചോദ്യം, ഈ കാണികളില് 10-25 വർഷമായിട്ട് ഇപ്പൊ നാടക പ്രവർത്തകനായിട്ട് നിലനിൽക്കുന്നു. അപ്പൊ ഈ കാണികളിൽ വരുന്ന മാറ്റം എന്തൊക്കെയാണ്? അവരുടെ ഒരു ആസ്വാദന നിലവാരത്തിലൊക്കെ എന്ത് തോന്നുന്നു? ആസ്വാദന നിലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവതലമുറ രംഗത്തോട്ട് വരുന്നില്ല. ഇപ്പൊ നാടകത്തിൽ തന്നെ ഒരു 18, 19, 20 വയസ്സുള്ള ഒരു ആർട്ടിസ്റ്റിനെ കണ്ടെത്താൻ ഇന്ന് പാടാണ്. അപ്പം 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ വേഷം 40 വയസ്സുള്ള ആളിനെ കൊണ്ടൊക്കെ ഇപ്പം ചെയ്യിക്കേണ്ട ഒരു ദുരവസ്ഥ നാടകരംഗത്തുണ്ട്. പഴയതുപോലെ കാര്യം അവരുടെ സ്റ്റഡി അതൊക്കെ മാറിപ്പോയി, വിഭിന്നമാണ്. കാര്യം ആരും ഇവിടെ നിൽക്കുന്ന എല്ലാവരും വേറെ തലത്തിലേക്ക് മാറുകയാണ്. നാടകം കാണാനോ അല്ലെങ്കിൽ മലയാള പദ്യങ്ങൾ ചെല്ലാനോ അല്ലെങ്കിൽ മലയാളത്തെ കുറിച്ച് കൂടുതൽ അറിയാനോ ഒന്നും ആരും അവരുടെ ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക തലമുറ. വളരെ ചുരുക്കം ചില കുട്ടികളൊക്കെ മാത്രമേ ഇതിനകത്തോട്ട് ആഴ്ന്നു വരുന്നുള്ളൂ. ബാക്കിയുള്ള അതായത് അങ്ങനെ മാറിയെന്ന് തന്നെ ശരിക്കും പറയാം. ഓക്കെ, അപ്പോൾ അതാണ്. നമുക്ക് കുടുംബത്തെ കുറിച്ച് പറഞ്ഞില്ല. കുടുംബത്തെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് കുടുംബത്തിൽ എനിക്ക് അച്ഛൻ, അമ്മ, ഭാര്യ, 2 മക്കള്, ഒരു മകനും ഒരു മകളും. മകള് BCom കഴിഞ്ഞു, അപ്പൊ ഒരു പ്രൈവറ്റ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ശ്രീറാം. മകൻ BBA ചെയ്തുകൊണ്ടിരിക്കുന്നു. അച്ഛനും അമ്മയും കൂടെ ഉണ്ട്. അവരൊക്കെ കലാവാസന എങ്ങനെയാണ്? അല്ല, അവർക്കൊന്നുമില്ല. അമ്മമ്മയിൽ നിന്നുള്ള ഒരു സംഭവം എനിക്ക് അങ്ങ് തോന്നിയിട്ടുള്ളൂ. മക്കൾക്ക് അങ്ങനെ വലിയ ടേസ്റ്റ് ഒന്നും നമ്മൾ അടിച്ചേൽപ്പിക്കാൻ. അത് നല്ലത്, അവരുടെ വഴി അവരെ. ഓക്കെ, അപ്പോൾ സന്തോഷം. കുറെ വർത്തമാനം പറഞ്ഞു. നാടകത്തെ കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെ സാധിച്ചു. എനിക്ക് പ്രേക്ഷകർക്കും ഈ പറഞ്ഞ കണക്ക് അത് കുറെ ഇപ്പോഴത്തെ നാടകം എന്താണെന്നൊക്കെ കുറച്ചും കൂടെ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഇന്റർവ്യൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സാർ ഈ വിലപ്പെട്ട സമയം ഇവിടെ ചെലവിട്ടതിന് ഞാൻ നന്ദി പറയുകയാണ്. നന്ദി, നമസ്കാരം റേഡിയോ ബെൻസിന്റെ പേരിൽ. അപ്പോൾ ആ നാടക യാത്രയ്ക്ക് എല്ലാ മംഗളങ്ങളും ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഈ ബെൻസിഗർ റേഡിയോ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന, ഒരു ഉളിയക്കോവിലിന്റെ ഒരു എളിയ കലാകാരനായി എനിക്ക് ഒരുക്കി തന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഓക്കെ.